ചെറുപഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് ഒരു 5 ചെറുപഴം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളുപ്പും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 2-3 വിസിൽ വരുന്നിടം വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു തവി കൊണ്ട് ഇതുപോലൊന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നോർമൽ പാലാണ് ചേർത്തിട്ടുള്ളത്, തിളപ്പിച്ച പാലൊന്നുമല്ല. ഇനി ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി വറുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡിയാണ്. പഴമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.